നമസ്കാരം, വോൾട്ട ഇലക്ട്രിക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന പഴമ്പള്ളിച്ചാലം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഏകദേശം ഒരു 4 കിലോമീറ്ററിൻ്റെ വർക്ക് ഉണ്ടായിരുന്നു നമുക്ക് ഫോളാർ ഫെൻസിങ് ആയിട്ട് തന്നെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് എപ്പോഴും ചെയ്യുന്നതിൽ വ്യത്യാസമായിട്ടുള്ളൊരു പ്രൊജക്റ്റായിരുന്നു ഇത് നമുക്ക് T ഷേപ്പിൽ 2 സൈഡിലും സ്പ്രിങ് പോലെ ഹാങ്ങിങ് ആയിട്ട്, അതായത് ഈ കാണുന്ന സ്പ്രിങ് പോലെ ഈ കാണുന്ന ഇത് GA-wire ആണ്. ഇത് സ്പ്രിങ് ആക്കിയിട്ട് നമ്മൾ തൂക്കി ഇടുന്നതാണ്. ഇത് 2 സൈഡിലേക്ക് T രൂപത്തിലാക്കിയിട്ടാണ് നമ്മൾ ഇട്ടേക്കുന്നത്. ഈ കാണുന്ന ഏകദേശം നമുക്ക് GA-യുടെ 50-യുടെ പൈപ്പാണ് വരുന്നത്. ഏകദേശം ഒരു 3.5 മീറ്റർ ഹൈറ്റും അതുപോലെ തന്നെ താഴേക്ക് വേറൊരു 75-ൻ്റെ പൈപ്പും വെച്ചൊരു ബുഷ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോസ്റ്റ് നമ്മൾ ലൈവ് ആക്കാൻ വേണ്ടിയാണ് നമ്മൾ അതിനെക്കുറിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇത് വരുന്നത്. എല്ലാ ഇൻസുലേറ്റർ ഇട്ടാണ് പോയേക്കുന്നത്. നമുക്ക് അടുത്തതായിട്ട് നോക്കുന്ന സമയത്ത് നമ്മുടെ ഈ എനർജൈസറും കാര്യങ്ങളൊക്കെ വെച്ചേക്കണതാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മളിവിടെ പാനലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. 200 വാട്ടിൻ്റെ 2 പാനലും അതേപോലെ തന്നെ ഒരു ബോക്സാണ് ഈ കാണുന്ന ഒരു CRCA ഷീറ്റിൻ്റെ അകത്ത് ബോക്സ് ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ അകത്താണ് നമ്മൾ ബാറ്ററിയും അതേപോലെ ചാർജ് കൺട്രോളർ എനർജൈസർ എല്ലാം വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ അകത്തെ ഇൻറ്റേർണലി ഉള്ള വയറിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് JVയുടെ Z28 എന്ന് പറഞ്ഞ എനർജൈസറാണ്. അതേപോലെ തന്നെ ഒരു ചാർജ് കൺട്രോൾ ഡിസ്പ്ലേകൾ, പിന്നെ ഒരു GSM മൊഡ്യൂൾ. ഇതെന്തിനാണ് GSM മൊഡ്യൂൾ വെച്ചേക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഒരു ഷോർട്ടായി, അതായത് സ്പ്രിങ്ങോ അല്ലെങ്കിൽ മരം വീണ് എന്തെങ്കിലും ഷോർട്ടായി കഴിഞ്ഞാൽ നമുക്ക് SMS-ലൂടെ അറിയാൻ വേണ്ടിയാണ് നമ്മളിവിടെ GSM വെച്ചേക്കുന്നത്. അപ്പോൾ ഈ സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് ഓണാക്കുന്ന സമയത്ത് ഇതിൻ്റെ അതൊരു ഡിസ്പ്ലേ ഉണ്ടാവും. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു മീറ്ററോ അങ്ങനെ ഒന്നും കൊണ്ടുപോയി നടക്കേണ്ട ഒരു ആവശ്യമില്ല. ഇതിപ്പോൾ ഷോർട്ട് ആവുന്ന സമയത്ത് ആ ഒരു വോൾട്ടേജ് ഭയങ്കരമായിട്ടും കുറയും. നോർമലി ഇതിൻ്റെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ മാക്സിമം 10 kV വരെയാണ് വരുന്നത്. ഇത് ജൂളിലാണ് ഇതിൻ്റെ പവർ കൂടുന്നത്. ഇതിപ്പോൾ 2 കിലോമീറ്ററോളം വലിക്കുന്ന സമയത്ത് നമ്മളിത് 2 സെറ്റായിട്ടാണ് കൊടുത്തേക്കുന്നത്. ഈ പോസ്റ്റിൽ നിന്നാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തേക്കുന്നത്, അതായത് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും ആയിട്ട്. ഈ കാണുന്നതാണ് അതിൻ്റെ സെൻറ്റർ പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ പോസ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് 1 കിലോമീറ്ററും ലെഫ്റ്റിലേക്ക് 1 കിലോമീറ്ററുമാണ് കൊടുത്തത്. അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എനർജൈസർ ഡുവൽ സോൺ എനർജൈസറാണ്. അപ്പോൾ ഒരു സൈഡിൽ ഷോർട്ട് ആയാലും നമുക്ക് ഇപ്പർ സൈഡിലേക്ക് വർക്ക് ചെയ്യും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് ഏകദേശം ഒരു സൈഡിലേക്ക് 4 ജൂൾ എനർജിയാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് പാരലിലാണ് നമ്മൾക്ക് ഈ സ്പ്രിങ്ങുകളും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ പാരലിൽ വരുന്ന സമയത്ത് ഇതിന് ഏറ്റവും കൂടുതൽ ഏരിയ ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 4 ജൂളെങ്കിലും ഒരു ഇൻഡിവിജ്വൽ സൈഡിൽ പോകേണ്ടി വരും. പിന്നെ നമ്മളിവിടെ സ്പ്രിങ് കൊടുക്കാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 3-4 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ക്ലച്ച് കേബിൾ അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ഡയറക്റ്റ് ലൈൻ ഇടാറുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു കൂടുതൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ സ്പൈറലിലാവുമ്പോഴത്തേക്കും ഏരിയ ഓഫ് കണ്ടക്ടിവിറ്റി ഭയങ്കര കൂടുതലായിരിക്കും. ഇത് പിന്നെ രാത്രി ആണെങ്കിൽ ഇതിനൊരു റിഫ്ലക്ഷൻ ഉണ്ടാവും. ക്ലച്ച് കേബിളൊക്കെ ആവുന്ന സമയത്ത് അതിന് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഉണ്ടാവും, അതിൻ്റെ അകത്ത് വെള്ളം ഇരുന്നിട്ട്. അതേപോലെ തന്നെ രാത്രി ആകുമ്പോഴത്തേക്കും നമുക്ക് ഒട്ടും വ്യൂബിൾ അല്ല. ഇതിപ്പോൾ ഒരു തിളക്കം ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഒരാൾ നടന്നു പോയാൽ പോലും അവിടെ ഇതേപോലെ ഫെൻസിങ് ഉണ്ടെന്ന് അറിയാനും പറ്റും. പക്ഷെ കൂടുതൽ എഫക്റ്റീവാണ്. കാരണം ഇതാകുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞ ഒരു നമുക്ക് ബോഡിയിൽ കണ്ടക്ടിവിറ്റി ഭയങ്കര കൂടുതലായിരിക്കും. ഇത്ര ഏരിയയിലേക്ക് ടച്ച് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്രത്തോളം നമുക്ക് ഷോക്ക് കിട്ടാനുള്ള സാധ്യത ഭയങ്കര കൂടുതലായിരിക്കും. ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ വെച്ചിരിക്കുന്ന എല്ലാ യൂണിറ്റുകളും നമുക്ക് BIS-ഉം അതേപോലെ IEC സർട്ടിഫൈഡ് ആയിട്ടുള്ള എനർജൈസേഴ്സാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയും ഒരു പ്രോജക്റ്റ് നമ്മൾ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ആനയ്ക്ക് വേണ്ടിയാണ്. കാരണം സ്പൈറൽ ചെയ്തിട്ട് വേറെ ലൈനും കാര്യങ്ങളൊന്നുമില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് മൊത്തത്തിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ആനയ്ക്ക് വേണ്ടിയാണ്. നമ്മൾ ഈ ഒരു സിസ്റ്റം ആനയ്ക്കാണ് ചെയ്യണതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾ ഈ കാണുന്ന പോലെ ഈ സൈറ്റ് കണ്ടാൽ അറിയാം. ഈ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ മൊത്തത്തിൽ ഗ്രൗണ്ട് ക്ലിയർ ചെയ്തിട്ടാണ്. ഫെൻസിങ് എത്രത്തോളം എഫക്റ്റീവ് ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം ഇതിൻ്റെ കാട് വെട്ടി സൂക്ഷിക്കുന്നതിനനുസരിച്ചാണ്. കാരണം ഇതിലേക്ക് വന്ന് ഇപ്പോൾ ഈ കാണുന്ന പോലെ ഇവിടെ ഇപ്പോൾ ഒരു പുല്ലുണ്ട് അല്ലെങ്കിൽ ഈ ഒരു കാണുന്ന മരമൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇങ്ങനെ ടച്ച് ആയി കിടന്ന് കഴിഞ്ഞാൽ ഷോർട്ടായിട്ട് സപ്ലൈ അധികം ലീക്ക് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇപ്പോൾ ഈ 9 പോയിൻറ്റ് കിട്ടുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ 2 or 5 പോകും. അപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിൽ സപ്ലൈ ഉണ്ടാവില്ല. അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്. അപ്പം ഈ കാണുന്ന ഇപ്പോൾ നിങ്ങൾ കണ്ടറിയാം, ഇതിപ്പോൾ നമ്മൾ ഹാൻഡിങ് ഓവർ ചെയ്യണത് കൊണ്ട് നമ്മുടെ സൈറ്റിൽ ഫുള്ള് നമ്മൾ വൃത്തിയാക്കി മൊത്തമായിട്ട് പുല്ല് വെട്ടി കളഞ്ഞിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറേ കാലത്തേക്ക് നിങ്ങളിപ്പോൾ ഫെൻസിങ് ചെയ്യുവാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ഫെയിലിയർ ആവണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുല്ല് കയറുന്നത് നോക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ അത് എത്രത്തോളം നോക്കുന്നു അത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. അതേപോലെ രണ്ടാമത്തെ ഒരു സാധനമാണ് നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും. ഈ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു എർത്ത് പ്ലേറ്റ് എർത്തിങ് ആണ് ഈ കാണുന്നത്. ഇത് ഏകദേശം ഒരു 2.5 മീറ്ററോളം കുഴി എടുത്തിട്ട് അതിൻ്റെ അകത്ത് പ്ലേറ്റ് എർത്ത് ഇറക്കിയേക്കണെയാണ്. അപ്പോൾ ഇത് നമ്മൾ മെഷീൻ വെക്കുന്ന പൊസിഷനിൽ നമ്മളിത് ഓർണം ചെയ്തിട്ടുണ്ടാവും. അറ്റ്ലീസ്റ്റ് പ്ലേറ്റ് എർത്തോ പൈപ്പ് എർത്തോ ചെയ്തിട്ടുണ്ടാവും. ഇതിൻ്റെ ആവശ്യകത എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ആവണമെങ്കിൽ ഫേസും അതായത് ഫേസ് ലൈനും ഒരു എർത്ത് ലൈനും പോയിട്ടുണ്ടാവണം. ഈ കാണുന്നതാണ് ഇതിൻ്റെ അടി കാണുന്നതാണ്, ഈ കണ്ടറിയാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ എർത്ത് ലൈന്. ഈ എർത്ത് ലൈന് എവിടെ വരെ നമ്മൾ ഫെൻസിങ് ചെയ്യണ്ടോ അവിടെ വരെ നമ്മൾ കൊണ്ടുപോകണം. അതേപോലെ തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു 10-30 മീറ്ററിൻ്റെ ഇടയ്ക്ക് ഓരോ എർത്ത് റാഡുകൾ വെച്ച് അടിച്ചു കൊടുക്കണം. അതായത് SS-ൻ്റെ എർത്ത് റാഡോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ എർത്ത് റാഡായിട്ട് മേടിച്ചിട്ടോ അടിച്ചു കൊടുക്കണം. ഇതിൻ്റെ ഗുണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എത്രത്തോളം എർത്ത് റാഡ് ഇരിക്കുന്നിടത്തോളം അതിന് എഫക്റ്റീവ്നെസ് ഭയങ്കര കൂടുതലായിരിക്കും. ഇപ്പോൾ ഇമ്പാക്റ്റ് ഭയങ്കര കൂടുതലായിരിക്കും. ഇപ്പം ഞാൻ വന്ന് അല്ലെങ്കിൽ ഒരു ആന വന്ന് ടച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക്
ഈ ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ആവണം. അപ്പോൾ ഞാനിവിടെ ഒന്ന് ടച്ച് ചെയ്യുന്ന സമയത്ത് മണ്ണിലേക്കായിരിക്കും എൻ്റെ കോൺടാക്റ്റ് വരുന്നത്. അപ്പോൾ ഈ മണ്ണുമായിട്ട് ഇതിൽ തിരിച്ചിറങ്ങി തിരിച്ച് മെഷീനിലേക്ക് കയറി ചെല്ലുവാണ്. അപ്പോൾ ആ ഒരു സമയത്ത് എർത്തില്ലെങ്കിൽ, ഇപ്പോൾ എർത്ത് വയറില്ലെങ്കിൽ ഈ കാണുന്നത് നമ്മൾ ഫെൻസിങ് ചെയ്തിട്ട് യാതൊരു ഗുണമില്ല. അപ്പോൾ ഇതാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റം. ഇതിൻ്റെ പല വെറൈറ്റിയിൽ നമ്മൾ ഫെൻസിങ് ചെയ്യുന്നുണ്ട്. കൂടുതൽ നമ്മൾ ഇലക്ട്രിക് സോളാർ ഫെൻസിങ്ങിൻ്റെ രീതിയിലാണ്. സോ ഹാങ്ങിങ് ഉണ്ട്, നമുക്ക് ലൈൻ ഉണ്ട്. ഹാങ്ങിങ്ങിൽ തന്നെ മൾട്ടിപ്പിൾ ഡിസൈൻസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളോ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. ഇതിൽ നല്ലൊരു വീഡിയോ കണ്ടുപിടിച്ച് ഗുഡ് ബൈ.